പതിവ് പോലെ വീക്ക് ഡേ ആണ്. സ്കൂളുണ്ട്, ഓഫീസുണ്ട്. അപ്പൊ അതേ അച്ഛനും മോനും സുഖമായിട്ട് ഇറങ്ങുക. 5:45 കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് കിച്ചണിലോട്ട് പോവുക. നേരെ ഇപ്പൊ 5:45 ആയാലും നല്ലതായിട്ട് അങ്ങ് വിളക്ക് കേട്ടോ. അപ്പൊ നമുക്കൊരു സന്തോഷമാണ്. ഇരുണ്ട് കിടക്കുമ്പോൾ നമ്മളും ആകെ അങ്ങ് ഗ്ലൂമി ആവും. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് ആകെ തൊണ്ടയും മണ്ടയൊക്കെ അടഞ്ഞിട്ട് ആകെ ഒരു അസ്വസ്ഥത വരുന്നുണ്ട്. അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. അങ്കിത്തിന് ഇന്ന് സാൻഡ്വിച്ച് വെക്കണേന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് രാത്രി കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് സാൻഡ്വിച്ച് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനും കുറച്ച് കൊടുത്തപ്പോൾ അവനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ അവനും കൂടെ ഉള്ള പങ്ക് ഇന്ന് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് തന്നെ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. എന്തായാലും ബ്രെഡ് ഇരിപ്പുണ്ട്. 6 മണി കഴിയുമ്പോൾ അങ്കുവും മെല്ലെ എഴുന്നേക്ക് കേട്ടോ. അതേ പല്ലൊക്കെ തേച്ചിരിപ്പുണ്ട്. കണ്ണ് വിരിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. സാൻഡ്വിച്ച് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബ്രൗൺ ബ്രെഡ് 3 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മയണൈസ് ആദ്യം തേച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ തേച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് പാസ്ത മിക്സ്, പാസ്ത ഹെർബ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സും ഉണ്ട്. ഇത് രണ്ടും ആ 2 പീസിലോട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്യാം. പിന്നെ കുറച്ച് തക്കാളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് അതും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്ലൈസ് ചീസ് അതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഓരോ ലെയർ ആക്കി വെച്ചിട്ട് ലാസ്റ്റ് ഒന്നും ചേർക്കാത്ത ആ ബ്രെഡും കൂടെ ചേർത്ത് പ്രസ് ചെയ്ത് തവ വെച്ചിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും, ഞാൻ നെയ്യാണ് ഇപ്പോൾ, ഇങ്ങനൊന്ന് ജസ്റ്റ് ഒന്ന് തവയിൽ തടവിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് മൊരിയുമ്പോൾ അതിൻ്റെ മുകളിൽ, അതായത് മുകളിൽ നമ്മൾ നെയ്യ് തേച്ചിട്ടില്ലല്ലോ, അപ്പോൾ മുകളിൽ ഒന്നും കൂടെ നെയ്യ് തേച്ചിട്ട് തിരിച്ചിട്ടിട്ട് അതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ഞാൻ 2 വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്കുന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ സാൻഡ്വിച്ച്, പറാഠ, ഇങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകാൻ ഇഷ്ടം. ഫ്രൂട്ട്സ് ബ്രേക്കിന് കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ നിറച്ച് അവൻ്റെ ടിഫിൻ ബോക്സ് റെഡി ആയിട്ട് എൻ്റെ ജോലി ഒതുക്കി. അവൻ്റെ റെഡി ആവുന്നുണ്ട്. 4ാം ക്ലാസ് വരെയും ഈ യൂണിഫോം ഇട്ട് കൊടുക്കുന്നത്, ഷൂസ് ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ജോലിയല്ലേ. 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അവർ തന്നെ ചെയ്തു തുടങ്ങും. അപ്പൊ നമുക്കൊരു ആശ്വാസമാവും. അങ്കു അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങുക. ഇന്ന് അവൻ ആർട്സ് ഉണ്ട്. അപ്പൊ ആർട്സിന്റെ വലിയൊരു ബുക്ക് ബാഗിൽ ഇരിക്കത്തില്ല, അത് കൈ പിടിച്ചോണ്ടാ പോകുന്നേ. എഴുന്നേൽക്കുമ്പോഴുള്ള കുറച്ച് മടിയുള്ളൂ കേട്ടോ. പിന്നെ അവൻ ആക്റ്റീവ് ആകും. രാഖി അത് എഴുന്നേറ്റ് വല്ലൊക്കെ തേച്ച് റെഡിയാവുന്നുണ്ട്. ഇനി അടുത്ത രാഖിക്ക് പോകാനുള്ള തിരക്കാണല്ലോ. അപ്പൊ അങ്ങ് പോകുന്നവരെ ഞാൻ ജനലിൽ നിന്നൊന്ന് നോക്കും, ഒരു സമാധാനം. ആ ജംഗ്ഷനിൽ തന്നെയാണ് വണ്ടി വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവൻ പോയതിനു ശേഷം അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എനിക്കും രാഖിയൊക്കെയുള്ള ചായ ഇടണം. അതാണ് ഇനി അടുത്ത പരിപാടി. ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് തുണി കഴുകാനങ്ങ് ഇട്ടു. അപ്പം നേരത്തെ അങ്ങ് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എടുത്ത് വിരിക്കാമല്ലോ. രാഖിയും കുളിച്ച് റെഡിയായി ഇതേ വിളക്കൊക്കെ കത്തിച്ച് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് ലഞ്ചിന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ. അങ്ങനെ രാഖിയുടെ ഓഫീസിലെ തിരക്കും കഴിഞ്ഞു. പുതിയ 3-4 തേങ്ങ നമ്മുടെ ശർമ്മയുടെ കടയിൽ നിന്ന്, അതായത് നമ്മുടെ ടൗൺഷിപ്പിലെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നല്ലതാണോ കേടാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കുക. നല്ല കുലുങ്ങൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളവും ഉണ്ട്, തേങ്ങയും നല്ലതാട്ടോ. കഴിഞ്ഞ ഒരു വ്ലോഗിൽ ഞാൻ കാണിച്ചല്ലോ പൊട്ടിക്കുമ്പോൾ ഒട്ടും കൊള്ളാത്ത തേങ്ങ കിട്ടുന്നത്. എന്തായാലും ഇത് നന്നായിട്ടുണ്ട്, വെള്ളവും നല്ലതാണ്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചിട്ട് ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അരിയും കൂടെ വെള്ളത്തിൽ ഇട്ടാൽ രാത്രി അപ്പം ഉണ്ടാക്കാമല്ലോ. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞൊന്ന് അരച്ച് വെച്ചാൽ മതി, ഈസ്റ്റൊക്കെ ഇട്ട്. ആ ഒരു പ്ലാനിൽ ഞാൻ കുറച്ച് പച്ചരിയും കൂടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ വെള്ളമൊക്കെ പിടിച്ചു വെക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ അത് സെറ്റ് ആണല്ലോ, എന്തൊക്കെ ചെയ്യണം നമ്മൾ പോലും അറിയാതെ അതൊക്കെ ചില ജോലികൾ ചെയ്യും. ആ ജോലികളിൽ പെട്ടാണ് ഇതൊക്കെ. പിന്നെ ഡിന്നർ ടൈമിലേക്കുള്ള ഉണക്കമുന്തിരിയും വെള്ളത്തിൽ ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ട്. അടുത്തത് ഇനി നമ്മുടെ ചെടി നനയാണ്. ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. CC പ്ലാന്റിന് വെള്ളം ഒഴിക്കുന്നേ ഇല്ല, അത് ശരിക്കും മഞ്ഞ കളറിലായിപ്പോയി കേട്ടോ. 2 സ്റ്റെമ്മുകളുണ്ട്, അത് കേടാതെ നിന്നാൽ മതിയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മെയ്ഡ് വന്നു. പുള്ളിക്കാരിക്ക് നല്ല സുഖമില്ലായിരുന്നു എന്നാ പറയുന്നത്. രാത്രി മുഴുവൻ പനിയായിരുന്നു. അങ്ങനെ പകല് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യണ്ട പറഞ്ഞിട്ടും പുള്ളിക്കാരി വൈപ്പർ ഇട്ടിട്ട് തുടച്ചിട്ട് പോവുക. എന്തോ എനിക്കിന്ന് കോഫി കുടിക്കാനൊരു മനസ്സ് വന്നിട്ട്
ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഫി ടംബ്ലർ ഉണ്ടല്ലോ, അതെടുത്തു, കുറച്ച് പഞ്ചസാര ഇട്ടു, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ഗ്ലാസ്. അതിലേക്ക് തിളപ്പിച്ച് വെച്ച കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല, എനിക്ക് കോഫി അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്, ഞാൻ ചായക്കാരിയാണ്. ഇന്ന് എന്തോ അങ്ങ് കോഫി കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നി. നല്ല പതപ്പിച്ചൊരു കോഫി എടുക്കുക കേട്ടോ. ചില സമയം നമ്മുടെ മൂഡ് അനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും വ്യത്യാസം വരും, അതുകൊണ്ടായിരിക്കും. എന്തായാലും കോഫി ഇട്ടു. പിന്നെ ആ എനർജിയിൽ തുണി വിരിക്കാൻ വന്നിട്ടുണ്ട് ബാൽക്കണിയിലോട്ട്. രണ്ടുപേർക്കും യൂണിഫോം കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഡെയിലി തുണിയും യൂണിഫോമും എല്ലാം കൂടെ ആകുമ്പോൾ കുറേ കിടക്കുമ്പോൾ ഒത്തിരി തുണിയായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കൊണ്ടങ്ങ് നനച്ചിടുന്നത്. ലഞ്ചിനൊരു പയറ് തോരനായിട്ട് ഞാൻ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചെറുപയർ അരമണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ 3-4 വിസിൽ ഈ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പുണ്ടല്ലോ അതിട്ടിട്ടൊന്ന് ഇളക്കി ഒന്ന് പൊത്തി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ആവി കയറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി അടുപ്പ് ഇട്ടിട്ടുണ്ട്, സോനാ മസൂരിയുടെ ചോറാണ്. അപ്പോൾ അതേ നമ്മുടെ ആവി കയറി പയറ് തോരനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ടാൽ മതി. മാമ്പഴ പുളിശ്ശേരിയാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനായിട്ട് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ജീരകവും മാത്രം അരച്ചിട്ട് ഈ തൈരിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, വലിയ മാങ്ങയാണ്. അപ്പോൾ അതൊന്ന് ചെത്തിയെടുക്കാം, കഴുകി ചെത്തി വൃത്തിയാക്കി ഇടാം. അപ്പോഴത്തേക്ക് നമ്മുടെ മോരും അരപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മാങ്ങ അരിഞ്ഞതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒരു പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, മാങ്ങ പെട്ടെന്ന് വെന്ത് അലന്ന് കിട്ടുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യുക. കാരണം ചട്ടി നല്ല ചൂടാണ്, അപ്പോൾ ഇരുന്ന് വേകും. അപ്പോൾ കടുക് ഇറക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു. കടുകും ഉലുവയും അതുപോലെ തന്നെ വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തു. പയറ് തോരൻ ഞാൻ വെറും കടുകും വറ്റൽമുളകും കരിവേപ്പിലയും മാത്രമാണ് ഇട്ട് ഒന്ന് താളിച്ചെടുത്തത് കേട്ടോ. പിന്നെ ചോറും ഊറ്റി വെച്ചിട്ടുണ്ട്, വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണി മടക്കാനുള്ളത് മടക്കി വെക്കുക, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും. എനിക്കിഷ്ടമില്ലെങ്കിലും അതെങ്ങനെയെങ്കിലും വന്ന് ചെയ്യുക. ലാസ്റ്റത്തേക്ക് വെച്ചേക്കും, പിന്നെ എപ്പോഴാണ് മൂഡ് തോന്നുന്നത് ആ സമയത്ത് വന്നങ്ങ് മടക്കി വെക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം എന്നറിയാം, ആരുടെയൊക്കെ തുണികളാണ്. അത് തന്നെത്താൻ അങ്ങ് ചെയ്തോളൂ. ആ ചെയ്യാനുള്ള ഒരു ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ചെയ്തു തുടങ്ങിയാൽ പിന്നെ റോബോട്ട് പോലെ ചെയ്തോളൂ. പിന്നെ ഞാൻ 2 മാങ്ങ കഴുകി തൊലിയൊക്കെ ചെത്തിയിട്ട് ഒരു മിക്സിയിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, കണ്ടൻസ്ഡ് മിൽക്ക്, അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, സാഷയിൽ ഇപ്പോൾ കിട്ടും. പെട്ടെന്ന് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടെ, തണുത്ത പാലാണ്. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അത് കുറുക്കി ഈ രീതിയിൽ അടിച്ചെടുത്തു. പിന്നെ 2 പഴം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതങ്ങ് കഴിക്കുക. ഒരു പാത്രത്തിലേക്ക് ആദ്യം ഒരു ലെയർ ഈ മാംഗോ ഷേക്ക് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ലെയർ നമ്മുടെ പഴം ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ മാംഗോ ഷേക്കും കൂടെ ഇട്ട് കൊടുക്കുക. മാങ്ങ ശരീരത്തിന് ചൂടാന്ന് പറയും, അപ്പോൾ പഴവും കൂടെ ചേർത്താൽ തണുപ്പിക്കുമല്ലോ. സീസണൽ ഫ്രൂട്ട് എന്താണോ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാങ്ങ കുറച്ച് ചൂടായതുകൊണ്ടാണ് ഞാൻ പഴവും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചൊന്ന് അലങ്കരിച്ചെടുത്തു. ഡിന്നർ ഇന്ന് രാക്കയുടെ സ്പെഷ്യൽ പെപ്പർ ചിക്കനാണ്. അതിനായിട്ട് ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവ് സെറ്റായി വന്നു, ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. പെപ്പർ ചിക്കന് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിലേക്ക് സവാള വഴറ്റിയിട്ടു, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, തക്കാളി, ഇതെല്ലാം വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി ഇട്ടാൽ മതി. കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് അല്ലേ, ഒരു കളറിന് വേണ്ടി ചേർത്തേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് കഴുകി വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനവും കൂടെ നമ്മൾ ഇടുന്നതുകൊണ്ട് കുറച്ചേ ചേർത്തുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് കുരുമുളക് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 15 മിനിറ്റ്. അത് നന്നായിട്ട് അരച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ആ മിക്സിയിൽ കഴുകി ഒഴിച്ചതേ ഇത്രയേ ഉള്ളൂ ഗ്രേവി.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് രാഖയതേ തുറന്ന് മണം വെച്ചിട്ടാണ് രാഖ ഉപ്പും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്. അപ്പത്തിന് നമ്മുടെ പുതിയ അപ്പച്ചട്ടി ഇന്ന് ഉദ്ഘാടനമാണ്. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി വന്നപ്പോൾ മുകളിൽ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇളക്കി അടച്ചു വെക്കാം. പെപ്പർ ചിക്കൻ റെഡി കേട്ടോ. അപ്പം ചുടുന്നതും രാഖ തന്നെയാണ്. അപ്പോൾ ഉദ്ഘാടനം അപ്പത്തിന്റെ ഫസ്റ്റ്. അടുക്ക് കുഴിയുള്ള അപ്പമാ. സാധാരണ ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് കല്ലപ്പമല്ലേ, അപ്പോൾ നമ്മുടെ ദോശ പോലെ അടച്ച് എടുക്കുന്നതല്ലേ. ഇതേ ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. താഴെയൊക്കെ ഇതേ നന്നായിട്ട് മുരിഞ്ഞ് അറ്റമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നടുക്ക് തന്നെ കുറച്ച് കുഴിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയും കൂടെ ചുട്ടെടുക്കുകയാണ്. ഇന്ന് ഫുള്ള് രാക്കയാ ചെയ്യുന്ന കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പവും പെപ്പർ ചിക്കനും നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെയാണ് വെച്ചത്. ഇതേ അപ്പം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതും കൂടെ കഴിഞ്ഞാൽ അപ്പം ചുട്ട് കഴിഞ്ഞു. ഇതേ കമഴ്ത്തിയൊക്കെ രാക്കി ഇടുന്നത്. ഇങ്ങനെ ഇടണ്ടേന്നാ പറയുന്നത്. എന്തായാലും ഡിന്നറും സെറ്റായി. ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.